ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അടുത്ത 4 വർഷത്തിനുള്ളിൽ US-ൽ $500 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച് ആപ്പിൾ. ഇത് 20,000 പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ആപ്പിൾ സിഇഒ ടിം കുക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്കുള്ള US താരിഫുകളിൽ നിന്ന് കമ്പനി ഇളവ് തേടി. $500 ബില്യൺ നിക്ഷേപവും 20,000 പുതിയ തൊഴിലവസരങ്ങളും US-നോടുള്ള ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധതയെ കാണിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു. അമേരിക്കയുടെ നവീകരണത്തിലുള്ള വിശ്വാസവും രാജ്യത്തിന്റെ ഭാവിയെ പിന്തുണയ്ക്കുന്നതിനുള്ള സമർപ്പണവും കമ്പനി ഊന്നിപ്പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള ഈ നിക്ഷേപത്തിലൂടെ ദീർഘകാലത്തേക്ക് US നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള പ്രതിബദ്ധതയും കുക്ക് അറിയിച്ചു. സെർവറുകളുടെ നിർമ്മാണം, ഡാറ്റാ സെന്റർ വിപുലീകരണം, ചിപ്പ് നിർമ്മാണം, മാനുഫാക്ചറിംഗ് അക്കാദമി ഇവയിലൂടെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയാണ് നിക്ഷേപത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്റർനെറ്റ് ചാർജുകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. ഇതൊരു സ്വതന്ത്ര വിപണിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്വതന്ത്ര വിപണി നിലനിൽക്കുന്ന ഇവിടെ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. നിരവധി ഓപ്ഷനുകളുണ്ട്. BSNL-ഉം MTNL-ഉം ഇന്റർനെറ്റ് നൽകുന്നുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. വിപണി വിഹിതത്തിന്റെ ഭൂരിഭാഗവും ജിയോയും റിലയൻസും നിയന്ത്രിക്കുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി പരിഗണിച്ചില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നിവർക്കെതിരെ നൽകിയ ഹർജിയാണ് തള്ളിയത്. മറ്റ് ഓപ്ഷനുകൾ ലഭ്യമാണെങ്കിലും വിപണിയുടെ ഭൂരിഭാഗവും നിലവിൽ റിലയൻസ് ജിയോയ്ക്കൊപ്പമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി പരിഗണിച്ചില്ല. ലാഭത്തിനായി വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാർട്ടലൈസേഷനാണ് ഉന്നയിക്കുന്ന പ്രശ്നമെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കാനും ബെഞ്ച് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോണുകളിൽ ആൻഡ്രോയിഡ് OS പിന്തുണ നൽകുന്നതിന് ഗൂഗിളുമായി സഹകരിച്ച് ക്വാൽകോം 8 വർഷം വരെ സോഫ്റ്റ്വെയർ സുരക്ഷാ അപ്ഡേറ്റുകൾക്കുള്ള പിന്തുണ നൽകും. US ആസ്ഥാനമായുള്ള ചിപ്പ് മേക്കർ ക്വാൽകോം സ്മാർട്ട് ഫോണുകളിൽ 8 വർഷം വരെ സോഫ്റ്റ്വെയർ സുരക്ഷാ അപ്ഡേറ്റുകൾക്കുള്ള പിന്തുണ നൽകുന്നതിനായി ഗൂഗിളുമായി സഹകരിച്ചു. ഇതോടെ ആൻഡ്രോയിഡിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ ദീർഘായുസ് വർദ്ധിപ്പിച്ച് സോഫ്റ്റ്വെയർ പിന്തുണ വിപുലീകരിക്കാനാകുമെന്ന് ക്വാൽകോം അറിയിച്ചു. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്പിൽ പ്രവർത്തിക്കുന്നതിനാൽ നിർമ്മാതാക്കൾക്ക് തുടർച്ചയായി 8 വർഷം വരെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും സുരക്ഷാ അപ്ഡേറ്റുകളും നൽകും. വരാനിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8, 7 സീരീസ് ചിപ്പുകൾ സമാനമായ അപ്ഡേറ്റ് പിന്തുണ നൽകുമെന്നും കമ്പനി സ്ഥിരീകരിച്ചു. ഇനി പുതിയ ആൻഡ്രോയിഡ് OS അപ്ഡേറ്റുകൾ പുറത്തിറക്കുമ്പോഴും പ്രക്രിയ ലളിതമാക്കുമ്പോഴും വിപുലമായ സോഫ്റ്റ്വെയർ പിന്തുണയുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറയ്ക്കുമ്പോഴും ഫോൺ നിർമ്മാതാക്കൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI-യുടെ കടന്നുവരവ് നേട്ടമാക്കി ഇന്ത്യൻ ടെക് വിപണി. അടുത്ത സാമ്പത്തിക വർഷത്തോടെ വരുമാനം $300 ബില്യൺ അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയുടെ ടെക് വ്യവസായം $300 ബില്യൺ വരുമാനം നേടുമെന്നാണ് പ്രതീക്ഷ. എഞ്ചിനീയറിംഗ്, R&D, ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ തുടങ്ങിയ വിഭാഗങ്ങളാണ് ഈ വളർച്ചയെ നയിക്കുന്നത്. റിപ്പോർട്ടനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ടെക് വ്യവസായം 5.1% വളർച്ച കൈവരിച്ചിരുന്നു. $13.8 ബില്യൺ വരുമാന വർധനയാണ് നടപ്പു സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയത്. ഹാർഡ്വെയർ ഉൾപ്പെടെ മൊത്തം വ്യവസായ വരുമാനം $282.6 ബില്യൺ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, BSFI, ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളും വളർച്ചയുടെ പാതയിലാണ്. ഡാറ്റാ സെന്റർ ശേഷിയിൽ വ്യവസായം വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ നിക്ഷേപങ്ങളിൽ 21% വർധനയുണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസമിലെ പ്രധാന ഇലക്ട്രോണിക് നിർമ്മാണ യൂണിറ്റിൽ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ്. ഗ്രീൻ എനർജി മേഖലയിൽ അസം സർക്കാരുമായി സഹകരിക്കുമെന്നും കമ്പനി. അടുത്ത കുറച്ചു വർഷത്തിനുള്ളിൽ അസമിലെ ഒരു വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റിൽ കമ്പനി നിക്ഷേപം നടത്തുമെന്നും ഹരിത ഊർജ്ജ മേഖലയിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ പറഞ്ഞു. അഡ്വാൻറ്റേജ് അസം ബിസിനസ് ഉച്ചകോടിയുടെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടാറ്റ ഗ്രൂപ്പിന് അസമുമായി ദീർഘവും സുപ്രധാനവുമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 27,000 കോടി രൂപയുടെ അർദ്ധചാലക യൂണിറ്റ് ജാഗി റോഡിൽ വരുന്നത് സംസ്ഥാനത്ത് ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപമാണെന്നും അദ്ദേഹം പറഞ്ഞു. അസമിനോടുള്ള കമ്പനിയുടെ താൽപര്യം കൂടിയതിനാൽ മറ്റൊരു വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റിൽ ഉടൻ നിക്ഷേപം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ, മറ്റു പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനത്തിൽ നിക്ഷേപം നടത്താനുള്ള പ്രതിജ്ഞാബദ്ധതയോടെ ഗ്രീൻ എനർജി മേഖലയിൽ സംസ്ഥാന സർക്കാരുമായി ഗ്രൂപ്പ് പങ്കാളികളാകുമെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.